എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ഒരു 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 മാജിക് സംഭവിക്കില്ല. അതാണ്. പിന്നെ 1000 ബേബീസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥാപാത്രം. അടിപൊളി, സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പോൾ കൃഷാന്ത് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റും ഒരു ഗ്രാമർ സിനിമയ്ക്ക് കൊണ്ടുവന്ന ആളാണ്. നല്ല രസമുണ്ട്. 3 എപ്പിസോഡും നല്ല രസമായിട്ട് എൻഡ് ചെയ്യുന്നതും നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കി കാണാൻ കൊതിയായി. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു പ്രശാന്ത് ഡയറക്ടർ എങ്ങനെയാണ് ഇത്രമാത്രം സാധനങ്ങൾ വരുന്നത്, അതിനെല്ലാം കണക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ, അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, ചിരിക്കാനും ഉണ്ട്. പക്ഷേ റിയലി ഗുഡ് ഫിൽം മേക്കിംഗ്. ആൻഡ് അതായത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു സീരീസാണ്. പക്ഷേ വെറും ഫൺ മാത്രമല്ല, ഭയങ്കര ബ്രില്യൻറ്റ് ഫിൽം മേക്കിങ്ങും നല്ല കണ്ടൻറ്റും നല്ല പെർഫോമൻസസും എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ഒരു 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 മാജിക് സംഭവിക്കില്ല. അതാണ് എനിക്ക് തോന്നുന്നു നാലൊരു സംഘം. കൃഷാന്തിൻ്റെ കൂടെ ഞാൻ ഇപ്പം മസ്തിഷ്കം മരണം ചെയ്ത് കഴിഞ്ഞുള്ളൂ. സോ ഈസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിൽം മേക്കർ, ബ്രില്യൻറ്റ് ഫിൽം മേക്കർ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ വെബ് സീരീസുകളാണെങ്കിലും സിനിമകളാണെങ്കിലും നാളെ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അത്രയും ക്വാളിറ്റിയുള്ള ഒരു സീരീസാണ് 4.5. ഐ എം സോ ഹാപ്പി. 3 എപ്പിസോഡ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. എനിക്ക് തോന്നുന്നു മറ്റന്നാൾ റിലീസാകുമ്പോൾ വി ഗെറ്റ് ടു സീ ദ റെസ്റ്റ്. പക്ഷേ ആസഫിനെ കണ്ടത് ഭയങ്കര രസമുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടൈം ആക്ച്വലി പോയത് അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 40 മിനിറ്റ്സ് ഉള്ള ഒരു എപ്പിസോഡുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ പ്രിറ്റി ഷുവർ എല്ലാവർക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ, ഒരുപാട് ചിരിക്കാനുള്ളൊരു സീരീസ് ആയിരിക്കും. പിന്നെ 1000 ബേബീസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥാപാത്രമാണ്. 1000 ബേബീസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനത് ആ കഥാപാത്രവും അതിൽ ചെയ്ത ഷെയ്ഡ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗ്യമാണെന്നാണ് പറയാം അങ്ങനെ ഒരു സംഭവം അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ നാലര സംഘം പറയുകയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പ് തുടങ്ങി കമ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണത്. ഇത്ര സമയമെടുത്ത്, പക്ഷേ ഇത് കറക്റ്റ് സമയത്ത് എൻ്റേതായ സമയത്ത് വന്നു എന്ന് വിശ്വസിച്ചു. അപ്പോൾ എല്ലാവരും പ്രശാന്തിൻ്റെ കൂടെയുള്ള ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കൃഷാന്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എവറി ടൈം. ഞങ്ങളൊരു 10-15 വർഷമായിട്ട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ 4 സംഘത്തിന് മുമ്പും നമ്മൾ പല ഇതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പുരുഷപ്രേതം എന്നുള്ളൊരു പുരുഷപ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ ഭാഗമായിരുന്നു പ്രശാന്ത് ഏട്ടൻ നായകനായ സിനിമ. അപ്പോൾ അതിലൊരു ക്യാരക്ടറാണെങ്കിൽ പോലും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള സ്ക്രീൻ ടൈം വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും ഇന്നും ആൾക്കാർ ഏതെങ്കിലും എൻ്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ അതിൽ മുഴുനീള കഥാപാത്രം ചെയ്തതിനേക്കാളും ചിലപ്പം പുരുഷപ്രേതത്തിൻ്റെ പേര് പറയാം. അപ്പോൾ കൃഷാന്ത് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റും ഒരു ഗ്രാമർ സിനിമയ്ക്ക് കൊണ്ടുവന്ന ആളാണ്. ആൻഡ് ഇതിനകത്താണെങ്കിൽ നമുക്ക് വേറൊരു ഗ്രാമറും വേറൊരു ലാംഗ്വേജും കൃഷാന്ത് ഫോളോ ചെയ്യുന്നുണ്ട്. കൃഷാന്ത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തു പോകുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ യൂഷ്വൽ കോൺസെപ്റ്റ്സിൽ നിന്ന് മാറിയൊരു സംഭവം ചെയ്യാൻ.